ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഒരു നടിയെയും പീഡിപ്പിച്ചിട്ടില്ല. ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥൻ്റെയും അയാൾക്കുണ്ടായിരുന്ന അയാൾക്ക് ഉള്ള ഒരു സന്തതിയുടെയും കഥയാണ് ഈ ഒരു സീരീസിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത്. വാഴ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും വാഴയും വെച്ചാൽ മതിയായിരുന്നു. ആ വാഴയാണ് ഈ വാഴ. നമുക്ക് കഥയിലേക്ക് പോകാം. ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഉള്ള ഒരു കാടിന് നടുക്കുള്ളൊരു വീട്ടിലാണ്. അപ്പോൾ വീട് തന്ന് സഹായിച്ചതിന് നമ്മുടെ സുഹൃത്തിന് 1000 നന്ദികൾ നേർന്നുകൊണ്ട് നമുക്ക് കഥ തുടങ്ങാം. മൈത്താണ്ടി ചെറുക്കനെ എവിടെ പോയി കിടക്കുവാണാവോ? ഈ സമയത്ത് വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ചെറുക്കനെയൊക്കെ ഹലോ രേഷ്മ, എവിടാടി? ഞാനോ? അച്ഛൻ എനിക്ക് ഒരു സ്വിമ്മിംഗ് പൂള് കുത്തി തന്നായിരുന്നു. ഞാൻ എവിടെ ഇരിക്കുവായിരുന്നു. വൈകിട്ട് കാണാൻ പറ്റുമോ അടി? നീ എന്ത് കാണിക്കൂ? നീ എവിടെ ഇവിടുന്നുള്ള ചാറ്റും ചെയ്ത് കണ്ടവർക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു. ഒരു പണിക്കും പോകത്തില് ചെറുക്കൻ 10-27 വയസ്സല്ല, നാളുണ്ടോ നിനക്ക്? അച്ഛാ, ഒരുമാതിരി കോപ്പില് വർത്താനം പറയരുത്. നീ എന്ത് വർത്താനാ പറയുന്നത്? തന്നെ നോക്കി നീ ഒരുമാതിരി മറ്റേ വർത്താനം എന്തൊക്കെ പറയരുത്. ഞാൻ നിന്റെ തന്തയാണ്. അച്ഛാ സോറി, ഞാൻ പെട്ടെന്ന് അമേരിക്കയിലോ ജപ്പാനിലോ ആണെന്ന് വിചാരിച്ചത്. എന്റെ അമേരിക്കൻ ജപ്പാനിന്റെ കഥ നീ എന്തൊക്കെ പറയണ്ട. എന്റെ അമേരിക്കൻ ജപ്പാൻ കഥയൊക്കെ നമുക്കറിയാം. രാത്രി നമുക്കറിയാവുന്ന കാര്യങ്ങളത്. അച്ഛാ, അച്ഛൻ ഇതെങ്ങനെയുണ്ട്? ഞാൻ VPN ഓണാക്കിയായിരുന്നു. നീ എങ്ങാനും ഇടയ്ക്ക് ഇയാളെങ്ങാനും അമേരിക്കയിലും ജപ്പാനും പോകുന്നുണ്ട്. വാഴയും വെച്ചാ മതിയായിരുന്നു. സോറി മോനെ, എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് 10 തിന്നായിരുന്നു. അച്ഛാ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം, സമ്പാദിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഭാഗ്യം, അവൻ പണിക്ക് പോകാൻ തീരുമാനിച്ചല്ല. ദോഷം. അതുകൊണ്ട് മക്കളെന്താ ഉദ്ദേശിക്കണം? പറ. അതുകൊണ്ട് അച്ഛൻ പണിക്ക് പോണം. ഇനി ഇവിടെ നിന്ന് സമ്പാദിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ദുബായിക്ക് പോകണം. എന്നിട്ട് എന്നെ അന്തസ്സായിട്ട് നോക്കണം. ഇനി ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാച്ച. അച്ഛൻ അത് തെറ്റിക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് പിന്നെ ആരാണല്ലോ അച്ഛനല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. അച്ഛാ പാണ്ടിക്കരിമ്പാറ പോലെയാണ്. അയ്യോ, എന്റെ തന്തയ്ക്ക് പറ്റാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരോ. ആരാ മോനെ? ഞാൻ ഗോപു, കിടിലൻ ഗോപു. മറ്റൊരു വാഴ അല്ലേ? ബക്കറ്റ്, നീല ബക്കറ്റ്, നല്ല ബക്കറ്റ്, അത് പോയല്ലോ. ബക്കറ്റ്